ആമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവനൊന്നുമില്ലാതെ വെറും 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പിസയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പിസ്സ ഉണ്ടാക്കാനായിട്ട് 8 ബ്രെഡ് എടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കുക. ഇനി വേറൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് പാല് ഇവ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ലായനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിനെ മാറ്റി വെച്ചിട്ട് പിസ്സ ഉണ്ടാക്കാനുള്ള പാൻ എടുത്ത് ചൂടാക്കുക. അപ്പോൾ അടി കുറച്ച് പരന്ന ടൈപ്പ് പാൻ എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ബട്ടർ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബട്ടർ നല്ല പോലെ ഉരുകി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡിൻ്റെ മിക്സിൽ നിന്നും പകുതി എടുത്ത് ഇതുപോലെ പാനിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് 3 മിനിറ്റ് വേവിച്ചെടുക്കുക. 3 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ പിസ്സ ബേസിനെ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ പിസ്സ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കൈയൊന്നും പൊള്ളിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതേ പാനിൽ തന്നെ കുറച്ച് ബട്ടറും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ്സ ബേസ് തിരിച്ചിട്ട് കൊടുക്കുക. അതായത് ആദ്യം മുകളിൽ വെച്ച ഭാഗം അടിവശത്തേക്ക് വരുന്ന വിധത്തിൽ തിരിച്ചിട്ട് കൊടുക്കുക. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമ്മുടെ പിസ്സ ബേസിൻ്റെ മുകളിൽ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പേസ്റ്റ് ഇവ ചേർത്ത് കൊടുത്ത് നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഇവ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം വെച്ച് കൊടുക്കുക. ക്യാപ്സിക്കം എങ്ങനെ ഏത് ഷേപ്പിൽ കട്ട് ചെയ്യണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ചേർക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മോസറല്ല ചീസാണ്. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എത്രത്തോളം ചീസ് ചേർക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ് ചില്ലിൻ്റെ ക്രഷ് ഇതിൻ്റെ മുകളിൽ ചേർക്കാം. ഇനി ഇതിന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്കിന് നമ്മുടെ ചീസൊക്കെ മെൽറ്റായി നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയി കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പതുക്കെ ഇതിനെ പാത്രത്തിൽ നിന്നും മാറ്റി വേറൊരു ഡിഷിലേക്ക് വെക്കാം. പാനിൻ്റെ അകത്തുനിന്ന് മാറ്റണ സമയത്ത് ഒന്ന് ചൂട് പോയതിന് ശേഷം മാറ്റുമായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ചീസൊക്കെ ഒന്ന് ഉരുകി ഒലിച്ച് താഴോട്ട് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ദാ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.